ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായി നിയുക്തരായ റസൂലായി നിയോഗിതരായ മക്കയിൽ തൻ്റെ നിയോഗവും ദൗത്യവും നിർവഹിക്കുവാൻ നിവൃത്തിയില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സൗകര്യപ്പെടുന്ന ഭൂമികയിലേക്ക് ഹിജറ പോകുവാൻ അവിടുത്തെ സ്വഹാബത്തിനെ ആദ്യം അനുവദിക്കുകയും നിർദ്ദേശിക്കുകയും നബിയുടെ മക്ക ജീവിതകാലത്തു തന്നെ ആ സംഭവം നടക്കുകയും ചെയ്തത് നമുക്കറിയാം. പ്രബോധനം തുടങ്ങി 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് നബിയോടൊപ്പം നിൽക്കുന്ന ദുർബലരും കുടുംബത്തിന് പിൻബലമില്ലാത്തവരും കൂടെ ഒറ്റപ്പെട്ട് കുടുംബ പിൻബലമുള്ള ഖുറൈശി പ്രമുഖരടക്കം പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് സ്വന്തത്തെ സംരക്ഷിക്കാനും സ്വന്തത്തെയും കുടുംബത്തെയും സംരക്ഷിക്കാനും കഴിയാത്ത വിധം മർദ്ദിതരായി പ്രയാസപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ താലിബിൻ്റെ സംരക്ഷണമുണ്ട്. അക്കാലത്ത് അബൂ താലിബിൻ്റെ സംരക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരും ഒന്നും ചെയ്യുന്നില്ല. മറ്റുള്ള പലരും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. ഈ പ്രയാസവേളയിൽ അള്ളാഹുവിൻ്റെ റസൂൽ അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകളോട് അങ്ങ് ആഫ്രിക്കയിൽ അബിസീനിയയിൽ ഒരു നല്ല മണ്ണുണ്ട്, അവിടെ മർദ്ദിതർക്കും പ്രയാസപ്പെടുന്നവർക്കും എല്ലാം സന്തോഷത്തോടുകൂടെ കഴിയാം. ദുൽമനെയും അതിക്രമത്തെയും അക്രമത്തെയും ഒരിക്കലും സഹിക്കാത്ത പൊറുക്കാത്ത അതിനെതിരെ നിലനിൽക്കുന്ന ഒരു നല്ല രാജാവാണ് ഇവിടെ. ആ രാജാവിൻ്റെ ഭൂമികയിലേക്ക് പോയാൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായി ജീവിക്കാം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചനുസരിച്ച് പ്രിയപുത്രി റുഖയ്യ റളിയല്ലാഹു അൻഹയും അവരുടെ പ്രിയതമൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹയും അടക്കം 11 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന സംഘം അബിസീനിയയിലേക്ക് ഹിജറ പോവുകയും ശേഷവും കുറേ ആളുകൾ അവരെ അനുഗമിച്ചുകൊണ്ട് 80-ൽ ചില്ലാനും ആളുകൾ അബിസീനയിലേക്ക് ഹിജറ പോയത് നുബുവ്വത്തിൻ്റെ 5-ാം കൊല്ലം 6-ാം കൊല്ലത്തിൻ്റെ കാലത്താണ്. നുബുവ്വത്തിൻ്റെ 3-ാം കൊല്ലം മുതലാണ് പരസ്യമായുള്ള പ്രബോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരംഭിക്കുന്നുള്ളൂ. തൊട്ടടുത്ത കാലത്ത് തന്നെ ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആദർശവും ആശയവും വിശ്വാസവും അനുസരിച്ചുകൊണ്ട് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹിജറ പോകാനുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് അബ്സീനയിലേക്കുള്ള ഹിജറ ഉണ്ടായിട്ടുണ്ട്. അബൂ താലിബിൻ്റെ വേർപാടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തും തൊട്ടടുത്തായി ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിക്കുകയും ത്വായിഫിൽ പോയി രക്ഷ കിട്ടുമോ, കൂട്ടുകിട്ടുമോ, പിൻബലം കിട്ടുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. ആ അന്വേഷണം വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് എത്തിച്ചേർന്നത്. ഒരു വിധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫുകാർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല മർദ്ദിക്കുകയും കല്ലെറിയുകയും ചെയ്ത സംഭവമൊക്കെ നമുക്കറിയാം. ഈ പ്രയാസവേളയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു നൽകുന്ന ബോധനങ്ങൾ പ്രകാരം, ചിന്തകൾ പ്രകാരം, മനസ്സിലിട്ട് കൊടുക്കുന്ന അഭിപ്രായങ്ങൾ പ്രകാരമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത്. ആ ദൗത്യ നിർവഹണത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്ത് കൊണ്ടോ അള്ളാഹുവിൻ്റെ അസാധാരണമായ സഹായങ്ങൾ കൊണ്ടോ അല്ല ദൗത്യം നിർവഹിക്കേണ്ടത്, കടമ നിർവഹിക്കേണ്ടത്, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. വിശ്വാസികളൊക്കെ തന്നെയും അങ്ങനെ തന്നെ
അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം കൊണ്ട്, അത് ചില സന്ദിഗ്ധ വേളകളിൽ അള്ളാഹു ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ വേണ്ടുക പ്രകാരം ഉണ്ടാകാം. പക്ഷേ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുമ്പോൾ അവരവൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമവും പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അടിയാറുകളെ അള്ളാഹു നിർദ്ദേശിക്കുകയും പഠിപ്പിക്കുകയും ബോധീകരിക്കുകയും ചെയ്യുന്നതനുസരിച്ചു തന്നെയാണ് പരിശുദ്ധ പ്രവാചകന്മാരും അവരുടെ ജീവിത ദൗത്യം നിർവഹിക്കുന്നത്. ആ ദൗത്യപ്രകാരം തബ്ലീഗ് ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്, അള്ളാഹു തആല ഉത്തരവാദപ്പെടുത്തിയിട്ടുള്ളത് ജനങ്ങൾക്ക് പകർന്നു നൽകാനുള്ള സൗകര്യത്തിനുള്ള പരിശ്രമങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലായ്പ്പോഴും പ്രത്യേകമായ വഹ്യുകൾ ഓരോ കാര്യത്തിനും വരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന എല്ലാ വിചാരങ്ങളും, നബിയുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാത്തരം ബോധനങ്ങളും, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ഉണ്ടാകുന്നത് തന്നെയാണ്. അതനുസരിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് നീങ്ങും. ചിലപ്പോൾ വിജയമുണ്ടാകും, ചിലപ്പോൾ പരാജയമുണ്ടാകും. അള്ളാഹു നിശ്ചയിച്ച നിശ്ചയങ്ങളും അള്ളാഹു തീരുമാനിച്ച തീരുമാനങ്ങളും അവൻ്റെ അടിയാറുകളുടെ നിലപാടിൽ അവരെ അപേക്ഷിച്ച് എപ്പോഴും ഹിതകരമായി കൊള്ളണമെന്നില്ല, അവർക്ക് ഗുണകരമായി കൊള്ളണമെന്നില്ല. പ്രത്യക്ഷത്തിൽ വിജയമുണ്ടാകാം, പരാജയമുണ്ടാകാം, സുഖമുണ്ടാകാം, ദുഃഖമുണ്ടാകാം. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളുടെ മുമ്പിൽ നമുക്കും സംഭവിക്കുന്നത്. എല്ലായ്പ്പോഴും എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നിശ്ചയം, ആ നിശ്ചയത്താൽ എന്താണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയില്ല. ഹൈറായിരിക്കും നമുക്കിങ്ങനെ പറയാന്നല്ലാതെ ഹൈറ് മാത്രമല്ല ഷെറും അള്ളാഹുവിൽ നിന്നാണെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് ഷെറായത്, നമുക്ക് ഹൈറായത് നമുക്ക് അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുണ്ടാകും. ഇത് അള്ളാഹുവിൻ്റെ മുർസലീങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകും. അവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് ചിലപ്പോൾ വിജയമുണ്ടാകും, ചിലപ്പോൾ പരാജയമുണ്ടാകും. അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളാണ്. ആ നിശ്ചയത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ത്വായിഫിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പ്രതീക്ഷയോടുകൂടെ പോയെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിന് തോന്നിയതനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. പക്ഷേ അവിടെ നിന്ന് ഉദ്ദേശിച്ചത് കിട്ടിയില്ല, പിൻബലം കിട്ടിയില്ല, പിന്തുണ കിട്ടിയില്ല. അങ്ങനെ വന്ന സമയത്ത് അള്ളാഹു തആല നിശ്ചയിച്ചനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂല് മദീനയിലേക്ക് ഹിജറ വരുന്നതെന്ന് നമുക്കറിയാം. അതിനു മുൻപേ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അതിനുള്ള ഒരുക്കങ്ങൾ അള്ളാഹു തആല തോന്നിപ്പിക്കുന്ന അനുസരിച്ച്, അള്ളാഹു തആല നൽകുന്ന ഇൽഹാമുകൾക്കനുസരിച്ച്, അള്ളാഹു നൽകുന്ന ബോധനകൾക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മദീനയിലേക്ക് ചെന്നാൽ അവിടെ സ്വീകരിക്കാൻ പറ്റുന്ന ആളുകൾ വേണം. അതിനായിക്കൊണ്ട് തന്നെ 1-2 വർഷം മുൻപേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള വിശ്വാസികളെ ശരിയാക്കുകയും അവരുമായി ഉടമ്പടികളും കരാറുകളും ചെയ്യുന്നു. 1-ാം മഖബയും 2-ാം മഖബയും 3-ാം മഖബയും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. ഇതൊക്കെ മദീനത്ത് ആളുകളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി പിന്തുണയ്ക്കാൻ പറ്റുന്ന ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരുക്കുകയായിരുന്നു. പ്രത്യേകം നിർദ്ദേശം വന്ന് മദീന മണ്ണിലേക്കാണ് ഹിജറ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അറിയിപ്പ് വന്നു. സ്വപ്നദർശനമുണ്ടായി. അതുപ്രകാരം മദീനയാണെന്ന് തീർച്ചപ്പെട്ട് മദീനയിലേക്ക് തന്നെയാണ് ഹിജറ പോകേണ്ടത്, മദീന എന്ന ഭൂമി തന്നെയാണ് ഹിജറയുടെ ഭൂമി എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയും സ്വഹാബാക്കളോട്, കാലേ കൂട്ടി പോകുന്നവരോട് മുൻകൂട്ടി പോകാൻ വേണ്ടി നബി തങ്ങൾ നിർദ്ദേശിക്കുകയും പലരും പോവുകയും ചെയ്ത ശേഷം അള്ളാഹുവിൻ്റെ റസൂല് ഏതാണ്ടവരുടെ കൂട്ടത്തിൽ അവസാനനായിക്കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. നമുക്കറിയാം, ആ യാത്രയിലൂടെ നീളം അള്ളാഹുവിൻ്റെ റസൂൽ ജീവിത പ്രതിസന്ധികളും പ്രയാസങ്ങളും അപകടങ്ങളും തന്നെ മുന്നിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ ഹിജറ പോകുന്നത് നമുക്കറിയാം. എന്നാൽ അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹുവിൻ്റെ അസാധാരണമായ സഹായവും മുഅ്ജിസത്തുകളായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സത്യത ബോധ്യപ്പെടുത്തുന്ന അടയാളങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുണ്ടെങ്കിലും കടമ നിർവഹണത്തിൽ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടി, ഇസ്ലാമിക സന്ദേശം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖേന
ലോകത്താകെ വ്യാപിപ്പിക്കുകയും പരത്തുകയുമാണ് അള്ളാഹുവിന്റെ നിശ്ചയം. അത് അള്ളാഹുവിന്റെ റസൂലിനെ അയക്കുമ്പോൾ തന്നെ യുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ വിശ്വാസങ്ങളെക്കാൾ, എല്ലാ ആദർശത്തെക്കാൾ, പ്രസ്ഥാനങ്ങളെക്കാൾ അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം അല്ലാഹു തആല ഒന്നിച്ച് വിജയിപ്പിക്കുകയും അതിനെ ലോകത്തൊട്ടാകെ പ്രസരിപ്പിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുകയെന്ന അള്ളാഹുവിന്റെ ഉദ്ദേശവും അള്ളാഹുവിന്റെ നിശ്ചയവും പ്രകാരം അതിനെ പരത്താൻ വേണ്ട ഒരു കടമ, അതിൻ്റെ ഒരു തുടക്കമെന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ മഹത്തായ സംഭവം. ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായി അറിയപ്പെടുന്ന കർമ്മങ്ങൾ, ഇസ്ലാമിനെ ഇവിടെ നിൽക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർ അറിയുന്നതിന് വേണ്ടി, ഇസ്ലാമിന്റെ ശിആറായി ബോധ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെയും മദീനയിലേക്ക് ഹിജറ വന്ന ശേഷം മദീന ജീവിതകാലത്താണ് ഉണ്ടാകുന്നത്. 5 നേരത്തെ ജമാഅത്തായി പരസ്യ നമസ്കാരം, വെള്ളിയാഴ്ചയിലെ ജുമുഅ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായി ഇസ്ലാമിന്റെ ലോകത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി നിർത്തുന്ന ചിഹ്നങ്ങളൊക്കെയും മദീന ജീവിതകാലത്താണ് ഉണ്ടാകുന്നത്. പ്രബോധനത്തിന് വേണ്ട സാഹചര്യങ്ങളും ബലപ്രയോഗങ്ങളും ശക്തിമത്തായ ബലാത്കാരമായി തന്നെ ചെയ്യേണ്ട തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളുമൊക്കെ വേണ്ടിവരുമല്ലോ. അത്തരം പ്രബോധന പ്രവർത്തനങ്ങളുമെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മദീനയിലേക്കുള്ള ഹിജറ ശേഷമാണെന്ന് നമുക്കറിയാം. അതുവരെയും മർദ്ദിക്കുന്ന മർദ്ദകരും പ്രയാസപ്പെടുന്ന പ്രയാസക്കാരെയുമൊക്കെ പ്രത്യേകം അവഗണിച്ചുകൊണ്ട് അവർക്ക് മുമ്പിൽ ക്ഷമയോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ നിന്നുകൊടുക്കാനുള്ള നിർദ്ദേശമാണ് അള്ളാഹുവിൽ നിന്നുണ്ടായി തീർന്നത്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് 13 വർഷക്കാലം, അതിൽ 10 വർഷക്കാലവും മക്ക ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി പ്രബോധനം ചെയ്തത്. ഹജ്ജ് വേളകളിലും ഒന്നിച്ചുള്ള വേളകളിലും ഒക്കെ പ്രബോധനം ചെയ്തത്. പക്ഷെ ആ പ്രബോധനത്തിന് അതിൻ്റെതായ അർത്ഥവും അതിൻ്റെതായ വിജയസാധ്യതയും ഉണ്ടാകാൻ വേണ്ട തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നത് മദീനയിലെ 10 വർഷത്തെ ജീവിതകാലത്താണ്. അതിനുവേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അള്ളാഹു തആലയുടെ നിർദ്ദേശപ്രകാരമുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു മഹത്തായ യാത്രയായിരുന്നു ഹിജ്റ എന്ന് നമുക്ക് കാണാം. ആ ഹിജ്റ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വാറ് സൗറിൽ 2-3 ദിവസം ഒളിഞ്ഞു താമസിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ശത്രുക്കൾ തിരഞ്ഞു പിടിക്കാതിരിക്കുന്നതിനും അവരുടെ കാൽപാദത്തിന് കീഴിലേക്ക് പോലും അവരൊന്ന് കുമ്പിട്ട് നോക്കാതിരിക്കുന്നതിനും അള്ളാഹുവിൻ്റെ മുഅ്ജിസത്തുകളും സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട്. നബിയെ പിടിച്ചുകൊണ്ട് വന്ന് ശത്രുക്കൾ പ്രഖ്യാപിച്ച, ഖുറൈശികൾ പ്രഖ്യാപിച്ച ഇനാമുകൾ വാങ്ങാൻ വേണ്ടിയുള്ള പരിശ്രമം ചെയ്ത ആളുകളെ, അതിനുവേണ്ടി മുതിർന്ന ആളുകളെ, അവരുടെ കുതിരകൾ കാലാണ്ടുപോയിക്കൊണ്ട് 2-3 പ്രാവശ്യം അവർക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ട മുഅ്ജിസത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തരം സഹായങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കൽപ്പിക്കപ്പെട്ട കടമ നിറവേറ്റാൻ, ഉത്തരവാദിത്വം നിറവേറ്റാൻ, നബിയോട് നിർദ്ദേശിക്കപ്പെട്ട നിർദ്ദേശം നടപ്പാക്കാൻ, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സ്വഹാബാക്കളുടെയും വിശ്വാസികളുടെയും ഭാഗത്തു നിന്നു തന്നെ പരിശ്രമം വേണം. അവർ തന്നെ ശരിക്കും അധ്വാനിക്കണം. അതിജീവനത്തിന്റെ മാർഗം അവർ തന്നെ കണ്ടെത്തണം. പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് വേണ്ടി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ചെയ്യാൻ ഏത് അബുദും കടമപ്പെട്ടവനും ഏത് അബുദും ബാധ്യസ്ഥനുമാണ് എന്ന ആ ഒരു സത്യം, ആ ഒരു സന്ദേശം ലോകത്തിന് നൽകാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിഞ്ഞ മാർഗത്തിലൂടെ പ്രയാസത്തോടുകൂടെ തന്നെയാണ് ഹിജറ വരുന്നത്. നമുക്കറിയാം, മദീനത്തേക്ക് വന്ന ആ ഹിജറയാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമാർന്ന സംഭവം. ഇസ്ലാമിനെ ഇവിടെ നിലനിർത്തിയതും നിലനിർത്താൻ വേണ്ട കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതും അതിനൊക്കെ അള്ളാഹു തആല സമയമായി കണ്ടതും ഹിജറയ്ക്ക് ശേഷമുള്ള 10 വർഷത്തെ മദീന ജീവിതകാലമാണ്. ആ ഹിജറയാണ് ഇസ്ലാമിന്റെ ഫത്ഹ്. എന്നാൽ സ്വന്തം നാട്ടിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറയുടെ മണ്ണിൽ നിന്ന് വന്നു. ആ നാടിനെ അള്ളാഹുവിന്റെ റസൂൽ മുഖേന അള്ളാഹു തആല ഇസ്ലാമിന് ഫത്ഹ് ചെയ്തു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. അപ്പോഴും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറയുടെ മണ്ണിലേക്ക് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു പോകുന്നത്. മുഹാജിരീങ്ങളായ സ്വഹാബാക്കൾ നിൽക്കേണ്ടവർ നിൽക്കാൻ നിർദ്ദേശിക്കുമ്പോഴും
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനക്കാരോടൊപ്പം വരാനാണ്. മദീനക്കാർ ഏത് വഴിക്ക് പോകുന്നു, അൻസാറുകൾ ഏത് വഴിക്ക് പോകുന്നു, അതിലൂടെ പോകാനാണ് എൻ്റെ നിർദ്ദേശം, എന്നോട് നിർദ്ദേശിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് തന്നെ പോകുന്നു. അവിടുത്തെ പുണ്യഭൂമിയിൽ കിടക്കാൻ അല്ലാഹു തആല നിശ്ചയിക്കപ്പെട്ട ഭൂമി മണ്ണിലെ ഏറ്റവും ശറഫായ, ഏറ്റവും പവിത്രമായ, ഏറ്റവും മഹത്വമാർന്ന ആ മണ്ണിലെത്താൻ, ആ ഭൂമികയിലെത്താൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം മദീനക്കാരോടൊപ്പം തന്നെ മക്ക ഫത്ഹിന് ശേഷവും പോകുന്നു. ആ ഹിജ്റ സംഭവം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്നെന്നും ഓർക്കേണ്ട ഒന്നാണ്, എപ്പോഴും ചിന്തിക്കേണ്ടതുമാണ്. അതിൽ നിന്ന് ലഭിക്കേണ്ട അതിജീവനത്തിൻ്റെ പാഠങ്ങൾ, വിശ്വാസത്തെയും ആദർശത്തെയും സംരക്ഷിക്കേണ്ടതിന് വേണ്ടി പരിശ്രമിക്കേണ്ട പരിശ്രമങ്ങൾ, അധ്വാനിക്കേണ്ട അധ്വാനങ്ങൾ, അതിനുവേണ്ടി എങ്ങനെയൊക്കെ ആയിരിക്കണം ആളുകൾ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകമായി തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ജീവിതത്തിൽ നിന്ന് ഉദാത്തമായ പല മാതൃകകളും നമുക്ക് ലഭിക്കും. ആ ഹിജ്റ സംഭവം ഇസ്ലാമിൻ്റെ പേരിൽ, ഇസ്ലാമിൽ പ്രത്യേകം എന്നെന്നും പ്രസക്തമായ ഒന്ന് തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതികൾ. ഈ പരിസ്ഥിതിയിൽ നിന്നൊക്കെ മുന്നോട്ട് പോയി, ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയി നമുക്കൊരിക്കലും ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റാത്തയോ, ഈ രാജ്യത്ത് ആദർശത്തിൽ ശരിക്കും ആദർശം വ്യക്തമാക്കിക്കൊണ്ട് പ്രകടമാക്കിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഇബാദത്തുകൾ ചെയ്യാനും പറ്റാത്ത സമയം വരുമ്പോൾ ഹിജ്റ പ്രസക്തമാണ്. എത്ര നല്ല സംഗതികളാണെങ്കിലും അതോടൊപ്പം എത്ര മുന്തിയ പ്രവർത്തനങ്ങളാണെങ്കിലും എത്ര മഹത്വമുള്ള പ്രവർത്തനമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അള്ളാഹുവിനെ ലക്ഷ്യമാക്കി അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ മാത്രമേ അത് അർത്ഥവത്താകൂ, അത് പ്രതിഫലാർഹമാകൂ, ശരിക്കും കൽപ്പിക്കപ്പെട്ട സംഗതിയാകൂ, നിർദ്ദേശത്തിന് വഴങ്ങിയുള്ള സംഗതിയാകൂ എന്ന് ഹിജ്റയുടെ സംഭവത്തിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആ ഹിജ്റ അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഉമ്മത്തിന് ഫത്ഹിന്റെ ശേഷം പിന്നെ ഹിജ്റയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന്റെ പ്രഖ്യാപനമുണ്ട്. അത് മദീനത്തേക്കുള്ള മക്കയിൽ നിന്നുള്ള ഹിജ്റയാണ്. ലോകത്തിന്റെ ഏത് മുക്കുകളിൽ നിന്നും കോണുകളിൽ നിന്നും ഇസ്ലാമിനെ പരസ്യപ്പെടുത്താനും ജീവിക്കാനും പറ്റാത്ത വിധം പ്രയാസപ്പെടുകയും ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വ്യക്തിജീവനം നടത്താനും നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ നടത്താനും പറ്റാത്ത സ്ഥിതിയും വന്നാൽ അതിൻ്റെ നിയമപ്രകാരം ഹിജ്റയ്ക്ക് വേണ്ടിയുള്ള നിയമം, നിർബന്ധമാകുന്ന ഇടങ്ങളും സുന്നത്താകുന്ന സന്ദർഭങ്ങളുമെല്ലാം നമ്മുടെ ഫുഖഹാ വ്യക്തമാക്കിയിട്ടുണ്ട്, അവരുടെ ഫിഖ്ഹിന്റെ കിതാബുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ മഹത്തായ ഹിജ്റ എന്ന സംഭവത്തിന്റെ ഒരു വലിയ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയിൽ ഉണ്ടായത്. നമുക്കറിയാം, മദീനത്ത് വന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി തന്നെ പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ എന്ന് തുടങ്ങുന്ന ആ പ്രസിദ്ധമായ ഹദീസ് ഉസൂലിന്റെ ഭാഗത്തും തസൗഫിന്റെ ഭാഗത്തും ഫിഖ്ഹിന്റെ ഭാഗത്തും എല്ലാ മേഖലകളിലും അനേകം നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യാനും വിധി പ്രഖ്യാപിക്കാനും അതതിൻ്റെ ആളുകൾ പ്രത്യേകം വിശദീകരിക്കാനും തെളിവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് തുടങ്ങുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയായി അവിടുത്തെ വായയിൽ നിന്ന് വന്നത് ഹിജ്റയുടെ വേളയിലാണ്. പെണ്ണിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഹിജ്റ പോയ ആളുകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാചകം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഓർക്കേണ്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഹിജ്റ പോയിട്ടുള്ളവരിലാണ് ഇത്തരം ആളുകളെങ്കിൽ സ്വകർമ്മങ്ങളും സത്കർമ്മങ്ങളും ചെയ്യുന്ന ആളുകളിൽ പലരും അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടോ ഇഖ്ലാസോടുകൂടെയോ ചെയ്യുന്നവരായിരിക്കില്ല. പലർക്കും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും മാത്രമായിട്ടും അല്ലെങ്കിൽ യഥാർത്ഥ ലക്ഷ്യത്തോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുമൊക്കെയുള്ളവർ മനുഷ്യരിൽ ഉണ്ടാകും, ഏതു കൂട്ടരിലും ഉണ്ടാകും, എക്കാലത്തും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം അറിയിച്ചു. ആ വിധത്തിലുള്ള ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായി. നമ്മളിവിടെ ജീവിക്കുമ്പോഴും അത്തരം ഹിജ്റയുടെ പുണ്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതു കാലത്തേക്കും ഏതാളുകൾക്കും അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ഹിജ്റയ്ക്കും അല്ലാഹുവിൻ്റെ റസൂൽ മറ്റൊരു അർത്ഥതലം വിവരിക്കുന്നുണ്ട്. ജിഹാദിന് അല്ലാഹുവിൻ്റെ റസൂൽ മറ്റൊരു അർത്ഥതലം വിവരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പല സംഗതികൾക്കും
പല അർത്ഥതലങ്ങളിലേക്കും അല്ലാഹുവിന്റെ റസൂൽ സൂചന നൽകിക്കൊണ്ട് അതൊക്കെയും അപ്രകാരം പ്രതിഫലാർഹമായ പുണ്യം കിട്ടുന്ന പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഹിജറയെക്കുറിച്ചും ഇത് കാണാം. നമ്മുടെ ആത്മാവിനെ ശരിയായ രീതിയിൽ അതിൻ്റെ ഭൂമികയിൽ നിന്ന്, അതിൻ്റെ തറമണ്ണിൽ നിന്ന്, അതിൻ്റെ പ്രത്യേക ബോഡിയിൽ നിന്ന്, അടിസ്ഥാനപരമായ ബോഡിയിൽ നിന്ന് സതുദ്ദേശപരമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ ആനയിക്കുകയും യാത്ര കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് അള്ളാഹു വിലക്കിയ കാര്യങ്ങളും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളും വെടിയുകയും അതിൽ നിന്ന് വെടിയാൻ പ്രാപ്തമാക്കുകയും ചെയ്യുക എന്നത് ഹിജറയുടെ ഒരർത്ഥതലമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നുണ്ട്. ശരിയായ മുഹാജിർ മഅസിയത്തുകളും പാപങ്ങളും അള്ളാഹുവിനെതിരായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നവനാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ ഹിജറയുടെ പുണ്യം നമുക്ക് നമ്മുടെ പ്രദേശത്ത്, നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത്, ഈ സൗകര്യപ്രദമായ പ്രദേശത്ത് ഇപ്പോൾ നടക്കുന്ന രീതിയിൽ തന്നെ നടത്താവുന്ന ഹിജറയാണ്. അല്ലാത്ത നിലയിലുള്ള ഹിജറകളും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ആവശ്യമായി വരുമ്പോൾ, നിർബന്ധമായി വരുമ്പോൾ, പുണ്യമായി വരുമ്പോൾ അതൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ട പാഠങ്ങളും നിയമങ്ങളും പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട്.